ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇതാ സെറ്റിംഗ് എത്തിപ്പോയി. ഇനി ഒരു 2-3 ദിവസം കൂടിയേ ഉള്ളൂ. എനിവേ, എല്ലാവർക്കും നല്ലൊരു ലേണിംഗ് ടൈം, അതുപോലെ എക്സാം പാസ്സാവട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും ഇന്നത്തെ കഥാപ്രസംഗം തുടങ്ങാം. നമ്മൾ ഇന്ന് റൈറ്റേഴ്സിനെ ഒന്നുമല്ല നോക്കുന്നത്, ഏജസ് ആണ് നോക്കുന്നത്. പല ഏജസ് നമുക്കുണ്ടാവും. പ്രായമല്ല, ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനെ പല ഏജുകളായിട്ട് നമ്മൾ തരംതിരിക്കുന്നുണ്ട്. അതിലുള്ള ഏജുകളിലെ ആണ് നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ചോദ്യങ്ങളായിട്ട് നോക്കാൻ പോകുന്നു. റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, കണ്ടു പഴകിയ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, എല്ലാം ഉണ്ടായിരിക്കും ഇതിൽ. എനിവേ, ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചിലപ്പോൾ ഇതെന്റെയും പഠിക്കുന്ന കാലത്തുണ്ടായിരുന്നു. ഒരു 10-15 ചോദ്യം കണ്ടതിന് ശേഷം ഒന്നുകിൽ ഇതൊക്കെ എനിക്ക് അറിയാം എന്ന് പറഞ്ഞ് നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഇതൊന്നും എനിക്ക് അറിയില്ല, അറിയുന്ന പാഠഭാഗങ്ങൾ പിന്നെയും പഠിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ വീഡിയോ കാണും. അറിയാത്തതാണെങ്കിലും അറിയുന്നതാണെങ്കിലും ഇനിയുള്ള സമയത്ത് ഏത് ചാനലിൽ കാണുകയാണെങ്കിലും ഫുള്ളായിട്ട് കണ്ട് ഒരു ഫോട്ടോഗ്രാഫിക് മെമ്മറിയിലൂടെ പഠിക്കാൻ ശ്രമിക്കുക. എനിവേ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ദ നോർമൻ കോൺക്വസ്റ്റ് ഓഫ് ഇംഗ്ലീഷ്. England was secured by William the Conqueror's victory at which 80 which 1066 ബാറ്റിൽ. 1066 നടന്ന ഏത് ബാറ്റിലാണ് വില്യം ദ കോൺകറർ ജയിക്കുന്നത്? ദ ബാറ്റിൽ ഓഫ് ഹേസ്റ്റിങ്സ്. മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ വില്യം ദ ഡ്യൂക്ക് ഓഫ് നോർമാൻഡി ഡിഫീറ്റഡ് കിങ് ഹെറോൾഡ് ടു അറ്റ് ഹേസ്റ്റിങ്സ് 1066. അതായത് അത്രയും കാലം ഭരിച്ചിരുന്ന രാജാവിന്റെ പേരായിരുന്നു, ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന രാജാവിന്റെ പേരായിരുന്നു ഹെറോൾഡ് ടു. അയാളെ 1066 നോർമൻ രാജ്യത്ത് നിന്ന് വരുന്ന ഡ്യൂക്ക് ഓഫ് നോർമാൻഡി അല്ലെങ്കിൽ വില്യം രാജാവ് എന്ത് ചെയ്യുന്നു? തോൽപ്പിക്കുന്നു. അതോടുകൂടി ഇംഗ്ലണ്ട് നമ്മുടെ വില്യം ഏറ്റെടുക്കുകയും ചെയ്യുന്നു. ഈ യുദ്ധം 1066 നടക്കുന്നത്. വില്യം ദ കോൺക്വറർ commissioned a comprehensive survey of land holding across England, completed in 1086, 18 അല്ല, രണ്ട് പ്രാവശ്യം, known as the Doomsday Book. Okay, Doomsday Book. In 1215, English barons forced King John to accept a charter limiting royal power, known as what? The Magna Carta. ഓക്കെ, മാഗ്ന കാർട്ട എന്നുള്ള ഒരു സബ്ജക്ട് ലോ ആണ് അവിടെ വരുന്നത്. ഇംഗ്ലീഷ് ബാരൻസ് ഫോഴ്സ്ഡ് കിങ് ജോൺ ടു അക്സെപ്റ്റ് ചാർട്ടർ ലിമിറ്റിംഗ് റോയൽ പവർ. റോയൽ പവറിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ദ പ്രൊലോങ്ഡ് കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ഇംഗ്ലണ്ട് ആൻഡ് ഫ്രാൻസ് ഓവർ സക്സഷൻ ആൻഡ് ടെറിട്ടോറിയൽ ക്ലെയിംസ് ഈസ് നോൺ ആസ് 100 Years ഓഫ് വാർ. നിങ്ങൾ വർഷം നോക്കി 1337 തുടങ്ങി 1453 വരെയുള്ള കാലഘട്ടം, അതായത് ഒരു 100 വർഷത്തിന് മുകളിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ അടികൂടിയിട്ടുണ്ട്. ഓക്കെ, ഈ അടികൂടൽ കാരണമാണ് എന്ത് വരുന്നത്? ദ 100 Years വാർ എന്ന് പറയുന്നത് വരുന്നത്. അതില് അതിനുശേഷം എങ്ങനെയാണ്, ആരാണ് ജയിക്കുന്നതെന്ന് അറിയാം. വിച്ച് ഇൻക്ലൂഡ് ഫേമസ് ഇംഗ്ലീഷ് വിക്ടറീസ് അറ്റ് ക്രൈസി ആൻഡ് ബിഫോർ ഇവൻച്വൽ ഫ്രഞ്ച് സക്സസ്. The devastating pandemic that killed a large proportion of England's population in 1348 and 49 was the Black Death. Black Death 1/3 ഉള്ള പോപ്പുലേഷനെ കുറച്ചു എന്നാണ് പറയുന്നത്. ഇംഗ്ലണ്ടിൽ ബ്യൂബോണിക് പ്ലേഗ് എന്നറിയപ്പെടുന്ന ബ്ലാക്ക് ഡെത്ത് വരുമ്പോൾ ഇംഗ്ലണ്ടിലെ പോപ്പുലേഷൻ 1/3 കുറഞ്ഞു. അതായത് അത്ര ആൾക്കാർ മരിച്ചുപോയി എന്നാണ് പറയുന്നത്. ഭയങ്കര ഒരു മാസീവ് അറ്റാക്ക് ആയിരുന്നു അത്. The 1381 uprising against oppressive taxation and feudal restrictions, led by Wat Tyler, is known as the Peasants' Revolt. 1381 പെസൻസ് റിവോൾട്ട് ഉണ്ടാവുന്നത്. ടാക്സിന്റെ വർധന ഇതിൽ വളരെയധികം പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. കാരണം അപ്രൈസിംഗ് ആണ് ഉണ്ടാവുന്നത്. താഴെ തട്ടിലുള്ള ആൾക്കാരാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കി മുന്നിലേക്ക് വരുന്നത്. ആർച്ച് ബിഷപ്പ് തോമസ് ബെക്കറ്റ് was murdered in Canterbury Cathedral in 1170 following conflict with which king? നമ്മൾ ഇന്നലെ ഏലിയറ്റിനെ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഹെൻറി ടൂവുമായിട്ടുള്ള വാക്ക് തർക്കവും അദ്ദേഹത്തിന്റെ പവറിനെ ചോദ്യം ചെയ്യുന്നത് മൂലമാണ്
തോമസ് ബക്കറ്റിനെ, ആർച്ച് ബിഷപ്പ് തോമസ് ബക്കറ്റിനെ കൊല്ലുന്നത്. ഓക്കെ. King Richard I, known as the Lionheart, was chiefly celebrated for his leadership during which campaign? The Third Crusade. ക്രൂസൈഡുകൾ, കുരിശുമരണങ്ങൾ, കുരിശു യുദ്ധങ്ങൾ ഒക്കെ അവിടെ വരുന്നതാണ്. ഓക്കെ. The prolonged 15th century dynastic conflict between the rival house of Lancaster and York is known as the War of Roses. അതായത് ലാൻകാസ്റ്റർ എന്ന് പറയുന്ന ഭരണകുടുംബവും യോർക്കിലെ കുടുംബവും തമ്മിൽ ഭരണത്തിന് വേണ്ടിയിട്ട്, ഇംഗ്ലണ്ടിന്റെ ഭരണത്തിന് വേണ്ടിയിട്ട് തമ്മിൽ തല്ലുണ്ടാവുന്നുണ്ട്, വാർ ഉണ്ടാവുന്നുണ്ട്. ആ വാറിനെയാണ് വാർ ഓഫ് റോസസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് വാർ ഓഫ് റോസസ് എന്ന് പറയുന്നത്? ലാൻകാസ്റ്ററിനും യോർക്കിന്റെയും സിമ്പൽ 2 നിറത്തിലുള്ള റോസാപ്പൂവുകളായിരുന്നു. ഓക്കെ. ഇംഗ്ലീഷ് വിക്ടറി at the Battle of Agincourt during the 100 Years of War was achieved under which king? അപ്പൊ അവിടെ വിക്ടറി ഉണ്ടാവുന്നുണ്ട്. ഹെൻറി ഫൈവിന്റെ ഇതിലാണ് എന്ത് വരുന്നത്? അതിൽ വരുന്ന ബാറ്റില് വിക്ടറി ഉണ്ടാവുന്നത്. Chaucer's lifetime, 1343 to 1400, coincided chiefly with the reigns of which 2 English kings? അവിടെ ഒരു കാര്യം നമുക്ക് ആലോചിച്ച് വെക്കാം. ചോസറിന്റെ ലൈഫ് ടൈം അവിടെ പറയുന്നുണ്ട്, അതിൻ്റെ ഉള്ളിലാണ് അപ്പോൾ കാൻറ്റർബറി ടൈൽസ് ഒക്കെ വരുന്നത്. ഓക്കെ. അപ്പോൾ ചോസറിന്റെ ജീവിതകാലത്ത് ഉണ്ടായിരുന്ന 2 ഇംഗ്ലീഷ് രാജാക്കന്മാർ ആരായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. എഡ്വേർഡ് III ആൻഡ് റിച്ചാർഡ് II, 2 പേര്. ഓക്കെ. The Peasants' Revolt of 1381, a major upheaval during Chaucer's lifetime, was triggered chiefly by a hated poll tax. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടാക്സിലുള്ള വ്യത്യാസമാണ് പെസൻസ് റിവോൾട്ട് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം. The Black Death struck England ravagingly beginning in which year? Shortly after Chaucer's birth. നമ്മൾ നേരത്തെ പറഞ്ഞു ബ്ലാക്ക് ഡെത്ത്, ബ്യൂബോണിക് പ്ലേഗ് അതിന് ശേഷം ഉണ്ടാവുന്നത്. അതെന്നാണ് ഉണ്ടാവുന്നത്? ബ്ലാക്ക് ഡെത്ത് എന്നാണ് ഉണ്ടാവുന്നത്? 1348 ഉണ്ടാവുന്നത്. ഓക്കെ. Chaucer's patron and a powerful figure at Richard II's court was the king's uncle. Who was that? ചോസറിന്റെ പേട്രൺ ആയിരുന്ന ആളാരായിരുന്നു? ജോൺ ഓഫ് ഗൗണ്ട്, ഡ്യൂക്ക് ഓഫ് ലാൻകാസ്റ്റർ. നമ്മൾ നേരത്തെ പറഞ്ഞു ലാൻകാസ്റ്ററും യോർക്കും ഉണ്ടായിരുന്നു എന്നുള്ളത്. ഓക്കെ. അപ്പോൾ ജോൺ ഓഫ് ഗൗണ്ട്, ഡ്യൂക്ക് ഓഫ് ലാൻകാസ്റ്റർ ആയിരുന്നു ചോസറിന്റെ പേട്രൺ. In 1399, King Richard II was deposed by his cousin, who then took the throne as Henry IV. അപ്പൊ എന്ത് ചെയ്യുന്നു? റിച്ചാർഡ് II താഴെ ഇറക്കുന്നത് ആരാണ്? ഹെൻറി IV ആണ്. ഓക്കെ. The prolonged conflict between England and France, ongoing for much Chaucer's lifetime, was 100 Years' War. ഓക്കെ. 100 Years of War. അത് 100 വർഷത്തിന് മുകളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ആലോചിക്കുക. 1300കളുടെ തുടക്കത്തിൽ തുടങ്ങിയതിനു ശേഷം 1400കളുടെ പകുതിയോടുകൂടിയാണ് അത് നിൽക്കുന്നത്. The reformist religious movement associated with John Wycliffe challenging church authority during Chaucer's era is known as Lollardy. Lollards movements എന്ന് പറയുന്ന ഒന്ന് വരുന്നുണ്ട്, വൈക്ലിഫിന്റെ തന്നെ ആയിട്ടുള്ള ലൊല്ലാർഡ്സ് മൂവ്മെന്റ് ഇവരിൽ നിന്ന് വരുന്നതാണ്. പ്രൊമോട്ടഡ് ആൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഓഫ് ദ ബൈബിൾ ആൻഡ് ക്രിട്ടിസൈസ്ഡ് ക്ലറിക്കൽ കറപ്ഷൻ. ആ കാലഘട്ടങ്ങളിൽ ട്രാൻസ്ലേഷൻസ് അനുവദിക്കില്ലായിരുന്നു. അതായത് ഏത് ഭാഷയിലാണോ ഈ വിശുദ്ധ ഗ്രന്ഥങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന മതഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ളത്, ബേസിക്കലി ഇപ്പോൾ സാൻസ്ക്രിറ്റിലാണ് എഴുതിയിട്ടുള്ളത്, അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പാടില്ല എന്നൊരു കാലത്തുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബൈബിളിനും ഉണ്ടായിരുന്നു. അത് ചെയ്തതൊക്കെയാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പിൻ പോയിന്റ് എന്ന് പറയുന്നത്. Prolonged division within the Catholic Church during Chaucer's lifetime, with rival popes claiming legitimacy, is known as the Great Schism. Okay.
The Great Schism saw rival popes based in Rome and Avignon, creating major turmoil within Western Christendom. ഒന്നുമില്ല, ആ കാലത്ത് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ അതോറിറ്റിയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അവര് എങ്ങനെയൊക്കെ ഈ ഭരണം പിടിച്ചെടുക്കാൻ പറ്റും, രാജാക്കന്മാരുമായി ടൈപ്പ് ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ ഈ ഇതൊക്കെ നോക്കി നടക്കുന്ന ആൾക്കാരായിരുന്നു. Chaucer served in royal administration, including as controller of customs for the port of London. ലണ്ടനിലെ ബേസ് ചെയ്തുകൊണ്ടാണ് ചോസറിന്റെ റോയൽ അഡ്മിനിസ്ട്രേഷൻ നടന്നിട്ടുണ്ടായിരുന്നത്. അതിൽ കസ്റ്റംസിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നുണ്ട്. During Chaucer's lifetime, English gained ground as a literary language, reflecting the fading dominance among the elite of Anglo-Norman French. Anglo-Norman French ഭാഷ മിക്സ് ആണ്. അത് the gradual decline of Anglo-Norman French as the primary language of English alike paved way for Chaucer's pioneering use of Middle English. Anglo-Norman French, അതായത് ഫ്രഞ്ച്, അതുപോലെ തന്നെ പുറത്തുള്ള ഭാഷകളൊക്കെ ഇംഗ്ലണ്ടുകാർ ഉപയോഗിക്കാൻ മടി കാണിച്ചു തുടങ്ങി, അതിനെ പുറത്താക്കാൻ തുടങ്ങി. അങ്ങനെ മിഡിൽ ഇംഗ്ലീഷിലേക്ക് അവർ എത്തപ്പെട്ടു തുടങ്ങി. Elizabeth I ascended to the English throne in 1558 following the death of her half-sister Mary I. മേരി വണ്ണിനെ നമ്മൾ വേറൊരു പേരും കൂടെ വിളിക്കും ബ്ലഡി മേരി എന്ന്. കാരണം അവര് പറയുന്ന മതം അനുസരിക്കാത്തതിനാൽ കുറെ ആൾക്കാരെ കൊന്ന ഒരാളാണ് ആര്, മേരി വൺ എന്നുള്ളത്. ഓക്കെ, അങ്ങനെ ആണ് നമ്മുടെ എലിസബത്ത് വൺ എന്ത് ചെയ്യുന്നത്, സക്സീഡ് ചെയ്തിട്ട് അടുത്ത രാജ്ഞിയായിട്ട് മാറുന്നത്. Elizabeth I's religious settlement of 1559, establishing a moderate Protestant Church of England, is known as the Elizabethan religious settlement. Okay. This settlement, comprising the Act of Supremacy and Act of Uniformity, established a moderate Protestant national church. അപ്പോൾ റിലീജിയസ് ആയിട്ടുള്ള കൺവേർഷൻസ് അവിടെ വരുന്നുണ്ട്. അതായത് എലിസബത്ത് വരുന്നതിന് ശേഷം മേരിക്ക് ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ക്യൂൻ മേരി ഉണ്ടായിരുന്ന റിലീജിയസ് ആയിട്ടുള്ള അഫർമേഷൻസ് മാറുകയും എലിസബത്ത് വരുമ്പോൾ എലിസബത്തിൻ്റെതായിട്ടുള്ള ക്രിസ്ത്യാനിറ്റി അവിടെ പോപ്പുലറൈസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മേരി, Queen of Scots, a persistent threat to Elizabeth's throne, was executed in 1587. England's defeat of a major Spanish naval invasion force in 1588 is known as the defeat of the Spanish Armada. ഇത് പോപ്പുലർ ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ആണ്. 100ഓളം അതിന് മുകളിൽ വരുന്ന സ്പാനിഷ് പടക്കപ്പലുകളെ ഫ്രാൻസിസ് ഡ്രേക്ക് ഒക്കെ എന്ന് പറയുന്ന നാവികന്മാര് കൂടെ നിന്ന് കരയിൽ നിന്ന് തോൽപ്പിക്കുന്നതാണ്. അതുപോലെ അവിടേക്ക് കപ്പലും കൊണ്ട് പോയിട്ട് തോൽപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഹിസ്റ്റോറിക്കൽ ഈവന്റ് ആണെന്ത്, സ്പാനിഷ് അർമദ എന്ന് പറയുന്നത്. Pope Pius V's 1570 declaration excommunicating Elizabeth I and releasing her subjects from alliance was known as Regnans in Excelsis. This papal bull declared Elizabeth a heretic and encouraged Catholic subjects to resist her rule, intensifying tension with English Catholics. എന്താണ് ഇവിടെ ഉണ്ടാവുന്നത്, അവരുടെ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോപ്പിന് ഇടപെടാൻ പറ്റുന്നില്ല, പവറിൽ വരുന്നില്ല എന്നതുകൊണ്ടാണ് എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ. The failed 1569 uprising by Catholic nobles in northern England seeking to replace Elizabeth with Mary, Queen of Scots, is known as. അവിടെ അപ്പോൾ പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. കത്തോലിക്സ് പറയുന്നുണ്ട് ഞങ്ങൾക്ക് എലിസബത്തിനെ വേണ്ട. കാരണം എന്താ, അവർ കത്തോലിക് മതവിശ്വാസിയല്ല, പ്രൊട്ടസ്റ്റന്റിലേക്കാണ് കുറച്ച് ചായവ്. എന്ത് ചെയ്യാം, നമുക്ക് ഇവരെ മാറ്റണം എന്ന് പറഞ്ഞ് ഉണ്ടാവുന്ന അപ്രൈസിങ്ങിന്റെ പേരെന്താണെന്നാണ് ചോദിക്കുന്നത്. ദ റൈസിംഗ് ഓഫ് ദ നോർത്തേൺ റെബല്യൻ എന്നുള്ളതാണ് പറയുന്നത്. ലെഡ് ബൈ ദ ഏൾസ് ഓഫ് നോർത്തംബർലാൻഡ് ആൻഡ് വെസ്റ്റ്മോർലാൻഡ്. അപ്പൊ ഇവരാണ് എലിസബത്ത് വണ്ണിനെ മാറ്റണമെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയത്. In 1601, the Earl of Essex, once a court favorite, led a failed rebellion against
Elizabeth, resulting in his execution for treason. ഒന്നുമില്ല, ഇഷ്ടപ്പെടാത്ത ഒരാളെ പറഞ്ഞു കൊടുക്കുമ്പോൾ അയാളെ പിടിച്ച് കൊന്നുകളയുന്ന അവസ്ഥ. അതായത് സിംപ്ലി എലിസബത്തിനെ പുറത്താക്കണം എന്ന് പറഞ്ഞ ആളെ കൊല്ലുന്നു. Sir Francis Drake's celebrated circumnavigation of the globe is undertaken partly under the sponsorship of Queen Elizabeth I. എവിടെയാണ് നമ്മൾ പറയുന്ന സ്പാനിഷ് അർമാദ വരുന്നത്? ആ കാലഘട്ടത്തിൽ സർ ഫ്രാൻസിസ് ഡ്രേക്ക് ഒക്കെ നേവലിന്റെ ക്യാപ്റ്റൻ അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിലിരിക്കുന്ന ആളായിരുന്നു. അപ്പോൾ സ്പാനിഷ് അർമാദ ആ ഒരു തോൽപ്പിക്കുന്ന കാലത്തൊക്കെ ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? നേവൽ ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഈ ഫുൾ കപ്പലിൽ ലോകം കറങ്ങുന്നതിനെ ആരാണ് സ്പോൺസർ ചെയ്തിട്ടുള്ള പകുതി? ക്യൂൻ എലിസബത്ത് ആണ് കൊടുക്കുന്നത്. The unsuccessful English attempt to establish a permanent colony on Roanoke Island in the 1580s is associated with the sponsorship of Sir Walter Raleigh. ഓക്കെ, റിലേ ആണ് അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടുത്തെ സെറ്റിൽമെന്റിന് വേണ്ടി കുറേയൊക്കെ സഹായിക്കുന്നത്, സ്പോൺസർഷിപ്പ് ചെയ്യുന്നത്. Elizabeth I's unmarried status and lack of an heir created persistent anxiety throughout her reign over the question of royal succession. അതായത് എലിസബത്തിന് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല, കല്യാണവും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ എലിസബത്തിന്റെ മരണശേഷം എന്തുണ്ടാവുന്നുള്ള ഒരു ടെൻഷൻ അവിടെ ഓൾറെഡി ക്രിയേറ്റഡ് ആയിട്ടുണ്ടായിരുന്നു. Charles I ascended to the English throne in 1625, succeeding his father James I. അപ്പോൾ എലിസബത്തിന് ശേഷം ജെയിംസ് എന്ന് പറയുന്ന രാജാവ് അവിടെ ഭരണം എടുക്കുന്നുണ്ട്. ഈ ജെയിംസ് 1625 മാറുകയും മരിക്കുകയും അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ചാൾസ് I വരികയും ചെയ്യുന്നുണ്ട്. നമുക്കൊരു 1600 തൊട്ട് 1700 വരെയുള്ള കാലഘട്ടങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ 2 ജെയിംസ്മാരെയും 2 ചാൾസ്മാരെയും കാണാൻ സാധിക്കും. ഇതിൽ ആദ്യത്തെ ജെയിംസ് ആണ് എന്ത് ചെയ്യുന്നത്? 1603 തൊട്ട് 1625 വരെ ഭരിക്കുന്നത്. അതിന് ശേഷം 1625 ചാൾസ് I വരുന്നുണ്ട്. അതാണ് ഇവിടുത്തെ ചോദ്യം. ഇനി ഈ ജെയിംസ് ഒക്കെ എവിടുന്നാ വരുന്നത്? സ്കോട്ട്ലാൻഡിൽ നിന്നാണ് വരുന്നത്. Charles I's marriage to a French Catholic princess intensified religious tensions in England as she was Henrietta Maria. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൻറിറ്റ എന്ന് പറയുന്നത് ഫ്രാൻസിലെ യുവതിയായിരുന്നു. അവരെയാണ് ഇംഗ്ലണ്ടിലെ ചാൾസ് രാജാവ് മാരി ചെയ്യുന്നത്. ഫ്യൂവൽഡ് പ്രൊട്ടസ്റ്റന്റ് സസ്പീഷ്യസ് അബൌട്ട് കത്തോലിക് ഇൻഫ്ലുവൻസ് അറ്റ് ദ കോർട്ട്. അപ്പോൾ ഒന്ന് കത്തോലിസം ആയിരുന്നു പ്രശ്നം, 2 അവർ പ്രൊട്ടസ്റ്റന്റിന്റെ ഒരു മതവിശ്വാസവുമായിട്ട് ഇടപെടുന്നത് കൊണ്ടും പ്രശ്നമായിരുന്നു. In 1628, Parliament forced Charles I to accept a document limiting arbitrary royal power over taxation and imprisonment known as the Petition of Right. അപ്പോൾ 1628 ചാൾസ് I ഒപ്പിടുന്ന പെറ്റീഷന്റെ പേരെന്താ? ദ പെറ്റീഷൻ ഓഫ് റൈറ്റ്. ടാക്സേഷന് വേണ്ടിയിട്ടും ആവശ്യമില്ലാത്ത തടവ്, ഇംപ്രിസൺമെന്റിനും എതിരെയായിട്ടാണ് ഈ പെറ്റീഷൻ ഓഫ് റൈറ്റ് വരുന്നത്. Charles I's period of governing without calling a parliament from 1629 to 1614 is called the personal rule, അല്ലെങ്കിൽ 11 years tyranny എന്ന് പറഞ്ഞാൽ 11 വർഷത്തെ തോന്നിവാസം എന്ന് നമുക്ക് മലയാളത്തിൽ പറയാൻ പറ്റും. 11 വർഷം അയാൾ പാർലമെന്റ് വിളിക്കാതെ സ്വയം ഭരിക്കുകയാണ് ചെയ്തത്. അതാണ് 1629 മുതൽ 1640 വരെയുള്ള കാലഘട്ടം. Charles I's extension of a traditional coastal defense tax to inland countries provoking major opposition was known as ship money. ഒന്നുമില്ല, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് കൂട്ടി, എന്നിട്ട് പറഞ്ഞു കോസ്റ്റൽ ഏരിയയിൽ ഇല്ലാത്ത ആൾക്കാരും ഞങ്ങൾക്ക് ടാക്സ് തരണമെന്ന് പറഞ്ഞു. അത് ആർക്കും കൊടുക്കാൻ താല്പര്യമില്ലായിരുന്നു. Charles I's attempt to impose a new prayer book on Scotland triggered armed conflicts known as the Bishop's War. അതായത് പുതിയൊരു പ്രയർ ബുക്കും കൂടെ സ്കോട്ട്ലാൻഡിലേക്ക് ഇമ്പോസ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് ഈ ബിഷപ്പ് വാർ എന്ന് പറയുന്ന ഒരു യുദ്ധത്തിലൂടെ ബിഷപ്പുമാര് തടഞ്ഞത്. Financial pressures from the Bishop's War forced Charles I to summon Parliament in 1640, beginning the body known as the Long Parliament. അപ്പോൾ 11 വർഷത്തെ ലോങ് ടൈറണി കഴിഞ്ഞതിന് ശേഷമാണ്
ലോങ് പാർലമെന്റ് അദ്ദേഹം വിളിക്കുന്നത്. കാരണം ബിഷപ്പ് വാർ ഉണ്ടായി, ടാക്സ് ഒന്നും കറക്റ്റായിട്ട് പിരിക്കാൻ പറ്റുന്നില്ല, അയാൾക്ക് ആൾക്കാരുടെ ആവശ്യം വന്നു. In January 1642, Charles I's failed attempt to arrest 5 members of parliament dramatically escalated tensions before the outbreak of the English Civil War. സിവിൽ വാർ തുടങ്ങുന്ന കാലഘട്ടമായി എപ്പോഴേക്കും. സിവിൽ വാറിലാണ് നമ്മുടെ ആൾക്കാരൊക്കെ വന്ന് ഇയാളെ തോൽപ്പിക്കുകയും കൊല്ലുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ. The decisive 1645 battle in which parliamentarians forces, including the new model army, defeated royalists was ബാറ്റിൽ ഓഫ് നെയ്സ്ബൈ. നെയ്സ്ബൈയിലൂടെയാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കുന്നതും നമ്മുടെ റോയലിസ്റ്റുകളെ, അതായത് രാജാവിന്റെ ആൾക്കാരെ തോൽപ്പിക്കുകയും ചെയ്യുന്നത്. ഫോളോയിങ് ഹിസ് ഡിഫീറ്റ് ആൻഡ് ട്രയൽ, ചാൾസ് വാസ് എക്സിക്യൂട്ടഡ് ഇൻ ജനുവരി 1649, an event marking the beginning of the Commonwealth or interregnum period. ഓക്കെ. അപ്പോൾ അത്രയും കാലം ഉണ്ടായിരുന്ന രാജഭരണത്തിന് അവസാനം ഇട്ടുകൊണ്ട് 1649 എന്താ സംഭവിക്കുന്നത്? രാജാവിനെ വീഴി പിടിച്ച് എക്സിക്യൂട്ട് ചെയ്ത് തലയറുത്ത് കൊല്ലുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പുതിയ ഭരണം അവിടെ നിലവിൽ വരുന്നു. അതിനെയാണ് ഇന്റർറഗ്നം പീരീഡ് അല്ലെങ്കിൽ കോമൺവെൽത്ത് പീരീഡ് എന്ന് പറയുന്നത്. ഈ കാലഘട്ടം തൊട്ട് 1649 തൊട്ട് നമ്മുടെ ഒലിവർ ക്രോംവെൽ എന്ന് പറയുന്ന ഒരു മിലിറ്ററേറ്റ് പോലെയുള്ള ഒരു പ്രൊട്ടക്ടറേറ്റ് ആയിട്ടുള്ള ഒരാളാണ് അവിടെ ഭരിക്കുന്നത്. ഓക്കെ. തൽക്കാലം ഏജസിന്റെ കുറച്ച് ചോദ്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് സ്പീഡിൽ പോയെന്ന് ഞാൻ വിചാരിക്കുന്നു, നിങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. എനിവേ, കുറേ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, 40ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നന്നായിട്ട് പഠിക്കുക. 2-3 ദിവസം കൂടിയേ ഉള്ളൂ, സെറ്റ് നമുക്ക് ക്ലിയർ ചെയ്യണം. എന്തെങ്കിലും MCQ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. എനിവേ, നാളെ തീർച്ചയായിട്ടും വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ബൈ, സി യു.